First question. The NMR spectrum of CH3CHF-Br with a strong proton H1 and F19 coupling. The two different type of hydrogen environment exhibits. Option A, doublet and doublet of quartet. Option B, doublet and quartet. Option C, double doublet and doublet of quartet. Option D, two quartets. See friends, ഇതൊരു NMR പ്രോബ്ലം ആണ്. NMR പ്രോട്ടോൺ NMR. സോ എല്ലാവർക്കും സ്പെക്ട്രോസ്കോപ്പി കുറച്ച് ടഫായിരിക്കും, പക്ഷേ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മളെ മോളിക്യൂൾ ഏതാണ്? CH3CHF-Br ആണ്. അപ്പോൾ അതിൽ H1 ആൻഡ് F19 സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ടും പ്രോട്ടോണും F19 എന്താണ്? മാഗ്നറ്റിക്കാണ്. മാഗ്നറ്റിക് ന്യൂക്ലിയർ. ഇതെന്ത് ചെയ്യും? സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ്. സോ H1 ആണെങ്കിൽ അതിൻ്റെ I വാല്യൂ 1/2 ആണ്. ദെൻ F19ൻ്റെ I വാല്യൂ 1/2 ആണ്. സോ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളിൽ ജനറലായിട്ട് നോക്കുകയാണ്. ഈ മോളിക്യൂളിൽ 3 പ്രോട്ടോൺ ഉണ്ട്. ഈ മോളിക്യൂളിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഫ്ലൂറിൻ ഉണ്ട്. F19 ആണ്. ബ്രോമിൻ ആക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ബ്രോമിൻ്റെ കാര്യം നോക്കണ്ട. ഓക്കെ, ഈ കേസിൽ 3 ഹൈഡ്രജൻസ്, 3 ഹൈഡ്രജനും സെയിം എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേസിൽ അത് ഒറ്റ സിംഗിൾ പീക്കേ തരുള്ളൂ. സോ ഇവിടെയാണെങ്കിലും ഹൈഡ്രജൻ ഒരു പീക്കും ഫ്ലൂറിൻ ഒരു പീക്കും. ഇവിടെ ഫ്ലൂറിൻ്റെ മാറി ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ സിംഗ്ലറ്റ് ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജന് പകരം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറിൻ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു കാർബണ് നമുക്ക് 2 പീക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ സ്പ്ലിങ് അതായത് പ്രോട്ടോണിൻ്റെ നിയറസ്റ്റ് ആറ്റത്തിൻ്റെ കപ്ലിംഗ് ഒന്നും കൺസിഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റത്തിന് സെയിം എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് ഒരു പീക്കും, ഇവിടെ ഹൈഡ്രജൻ ഒരു പീക്കും, ദെൻ ഫ്ലൂറിന് ഒരു പീക്കുമാണ് നമുക്ക് കാണേണ്ടത്. സോ ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ ഈ 3 പ്രോട്ടോണും ഒരേ സെയിം എൻവയോൺമെൻറ്റിലായത് കാരണമാണ് ഞാൻ ഒരു പീക്ക് ഇട്ടത്. സോ അങ്ങനെ ഇനി ഈ പീക്കുകൾ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ? തൊട്ടടുത്തുള്ള ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് ന്യൂക്ലിയൈൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന സമയത്ത് ഇതിലുള്ള പ്രോട്ടോൺസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള ഈ സിംഗിൾ പീക്ക് ഇവിടുത്തെ ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആ സ്പ്ലിറ്റിംഗ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. CH3 3 ഹൈഡ്രജൻ, അതൊരു സിംഗ്ലറ്റ്. അങ്ങനെ ശരിക്കും പറയല്ല, പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സിംഗ്ലറ്റ് ഇട്ടിട്ടുണ്ട്. ദെൻ ഈ പ്രോട്ടോണ് ഈ ഒരു പീക്കിന് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റിംഗ് ആണ് 2Ni+1 നമ്മൾ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ N എത്ര പ്രോട്ടോൺ ഉണ്ട്? ഒരു പ്രോട്ടോണുള്ളത്. സോ 2 × 1, അതിൻ്റെ I വാല്യൂ 1/2 ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്ലൂറിൻ, ഹൈഡ്രജൻ, അങ്ങനെ കുറച്ച് എണ്ണം ഉണ്ട്. കുറച്ച് മാഗ്നറ്റിക് ന്യൂക്ലിയസിൻ്റെ I വാല്യൂ നമുക്ക് അറിയണം. ഇനി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അത് എക്സാം പേപ്പർ ക്വസ്റ്റ്യനിൽ തന്നെ തരും. അപ്പോൾ ഹൈഡ്രജൻ്റെ ഫ്ലൂറിൻ്റെ ഒക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 1/2 ആണ്, +1, സോ 2. അതായത് ഈ 3 ഹൈഡ്രജൻ കാരണമുള്ള ഈ CH3യുടെ സിംഗ്ലറ്റിനെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്കറിയാം ഫ്ലൂറിൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. F19 ആണ്, മാഗ്നറ്റിക് ആണ്. അതും എന്ത് ചെയ്യും? 2Ni+1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 പീക്കുകളുണ്ട്. ഈ 2 പീക്കിനെയും വീണ്ടും 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1:1 റേഷ്യോയിൽ. ഓക്കെ, വരച്ചെടുത്ത് ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് എണ്ണം കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഇതാക്കുന്ന സമയത്ത്. ഓക്കെ, അതായത് രണ്ടും ഒരേപോലെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റിങ് വരുന്നത്. അപ്പോൾ 1 2 3 4. അപ്പോൾ ഈ ടൈപ്പ് ഇത് ഡബ്ലറ്റ് ആണ്. ഡബ്ലറ്റിന് വീണ്ടും ഡബ്ലറ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്പ്ലിറ്റിങ്ങിന് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനിയിപ്പോൾ ഇവിടെ F19 അല്ല, ഇവിടെ ഹൈഡ്രജൻ തന്നെയാണ് ഉള്ള ഒരു കേസ് ആയിരുന്നെങ്കിൽ എങ്ങനെയാവണമായിരുന്നു? ഇവിടെ നിന്നേ നമുക്കിത് ഓപ്ഷൻ ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഇത്രയും പോർഷൻ വേണ്ട. ഇവിടെ എന്താ, ഹൈഡ്രജൻ്റെ സ്ഥലത്ത് 2 ഇൻറ്റു എന്നിൻ്റെ എണ്ണം 2 ഇൻറ്റു 2 ഇൻറ്റു 1/2 പ്ലസ് 1, സോ 3. ഈ പീക്ക് എന്തായിട്ട് കിട്ടിയേനെ? ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. സോ ഇവിടെ ഫ്ലൂറിനായ കാരണമാണ് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വന്നത്. അപ്പോൾ CH3ൻ്റെ കേസൊക്കെ. ഇനി ഇവിടെ ഉള്ള കേസ് ഓൾറെഡി എന്തുണ്ട്, CHഉം Fഉം ആയ കാരണം രണ്ടിനും ഓരോ സിംഗിൾ പീക്കുകളുണ്ട്. സോ തൊട്ടടുത്ത കാർബണിലുള്ള പ്രോട്ടോൺസ് 3 ഹൈഡ്രജൻസ് അതിനെ ക്വാർട്ടറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഡബ്ലറ്റ് ഓഫ് ക്വാർട്ടറ്റ്. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആൻഡ് ഡബ്ലറ്റ് ഓഫ് ക്വാർട്ടറ്റ്. Answer is option C. Second question, the entropy of CO crystals at absolute zero is option A 5.76 joule per Kelvin mole, then option B 0, option C 0.69 joule per Kelvin mole, and option D cannot predict. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നമുക്കറിയാം, ഫോർ എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് സീറോ ദ എൻട്രോപ്പി ഈസ് സീറോ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, CO ക്രിസ്റ്റൽ അറ്റ് അബ്സല്യൂട്ട് സീറോ എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അപ്പോൾ സീറോ എന്ന് എഴുതാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ COൻ്റെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ റെസിഡ്യുവൽ എൻട്രോപ്പിയും കൂടി കൺസിഡർ ചെയ്യണം. സോ ബട്ട് ഫോർ സം സോളിഡ്സ് even at 0 Kelvin entropy has got a positive value. This entropy is called a residual entropy. അപ്പോൾ CO നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലെ റെസിഡ്യുവൽ എൻട്രോപ്പി അതിലിപ്പോൾ അബ്സല്യൂട്ട് സീറോയിലാണെങ്കിലും അതിൻ്റെ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി സീറോ ആയിരിക്കില്ല, അതിനൊരു പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. സോ CO പോലുള്ള മറ്റൊരു എക്സാമ്പിൾസ് ആണ് റെസിഡ്യുവൽ എൻട്രോപ്പി ഉള്ള CO, NO, N2O, ഐസ് മീൻസ് H2O, ഇതെല്ലാം എന്താണ്, റെസിഡ്യുവൽ എൻട്രോപ്പി ഉള്ള മോളിക്യൂൾസാണ്. സോ നമുക്കറിയാം റെസിഡ്യുവൽ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ MSc ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. S is equal to KLNW എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ബേസ് ചെയ്തിട്ട് മാത്രമായത് കാരണം ഞാൻ അതിൻ്റെ വാല്യൂസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ CO RLN2 that is 5.7 joule per Kelvin mole, N2O that's also RLN2 5.7 joule per Kelvin mole, and NO it is RLN 2 raised to 1/2 that is 2.85 joule per Kelvin mole, and ice means H2O RLN 3/2 that is 3.3 joule per Kelvin mole. അപ്പോൾ ഞാൻ എന്തായാലും ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള ഇതിലാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി റെസിഡ്യുവൽ എൻട്രോപ്പിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരുപാട് ലെങ്തി ആയിപ്പോൾ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് തന്നെ ഡീറ്റെയിൽ ആയി ചെയ്യുന്ന സമയത്ത് എന്നുള്ള തോന്നിയുകൊണ്ടാണ് ഈ പോയിൻ്റ് മാത്രം പറഞ്ഞിട്ടുള്ളത്. ദെൻ വേറൊരു ഡൗട്ടുള്ളത്, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കളർ പെൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കളർ പെന്നുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്ത് നന്നായിരുന്നു. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So option A is the correct answer. Okay. Then third question, if e raised to I kx is an eigenfunction of momentum operator, its eigenvalue will be option A h cut, option B k, option C h cut into k, option D h cut k by 2. സോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ F is equal to e raised to I kx എന്നുള്ള ഫംഗ്ഷനാണ്. സോ മൊമെൻറ്റം ഓപ്പറേറ്റർ മൈനസ് I h cut into dou by dou x ആണ്. സോ മൊമെൻറ്റം ഓപ്പറേറ്റർ ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് h cut into d by dx e raised to I kx
Then solving d by dx of this function, we get h cut k into e raised to I kx, and hence answer is h cut into k. Next question. What is the degeneracy of the diatomic rotational energy level of 6h square divided by 4 pi square I, where I is the moment of inertia? Option A 7, option B 5, option C 3 and option D 2. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് റൊട്ടേഷൻ എനർജി ലെവൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഡീജനറസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ എനർജി ഓഫ് റൊട്ടേഷണൽ ലെവൽസിലുള്ള അതിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2i. ജെ ഈസ് ദി റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആൻഡ് ഐ ഈസ് ദി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 പൈ സ്ക്വയർ ഐ എന്ന രൂപത്തിലും എഴുതാം. അതായത് എച്ച് കട്ട് എന്ന് പറയുന്നത് h ബൈ 2 പൈ ആണ്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള രൂപത്തിലാണിത്. ഈ ഒരു ഫോം, അതായത് എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു 4, ഞാൻ ശരിക്കും ആ എക്സ്പാൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 8 പൈ സ്ക്വയർ ഐ എന്നും എഴുതാം. അതായത് ഞാൻ ഇവിടെ ഫർദർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 പൈ സ്ക്വയർ ഐ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതും സെയിം ആണ്. ദെൻ ഡീജനറസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീജനറസി ആണ് റൊട്ടേഷണൽ എനർജി ലെവൽസിലുള്ള. സോ ഡീജനറസി ഇസ് ഈക്വൽ ടു 2j പ്ലസ് 1. j ഈസ് ദി റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ ട്വൈസ് പ്ലസ് 1 ആണ് അതിൻ്റെ ഡീജനറസി എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6h സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ ഐ ആണ് നമ്മളെ എനർജി സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ജെ ഇൻറ്റു ജെ പ്ലസ് 1 8 സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ആണ്. അതായത് നമ്മുടെ ഈ എനർജിയാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത് 6h സ്ക്വയർ 4 പൈ സ്ക്വയർ ഐ എന്ന് പറയുന്നത്. ദെൻ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അതായത് ജെ ക്വാണ്ടം നമ്പറും ക്വാണ്ടം നമ്പറിൻ്റെ പ്ലസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം. സോ അതെന്തായിരിക്കും? ജെക്ക് 3 ആകുന്ന സമയത്താണ് 12 കിട്ടുക. 3 ഇൻറ്റു 4 12. സോ നമുക്കിനി നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 2j പ്ലസ് 1 2 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു 7 എന്നിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ആൻസർ ഇസ് 7. Fifth question, delete the question ആണ്. Then sixth one, use Huckel theory to determine the energy of pi orbitals of the allyl radical system C3H4 radical. Option A alpha plus beta alpha minus beta. Option B alpha plus 2 beta alpha minus 2 beta. Option C alpha. Then option D alpha plus root 2 beta alpha minus root 2 beta. ദെൻ അലൈൽ റാഡിക്കൽ സിസ്റ്റത്തിൻ്റെ എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് റൂട്ട് 2 ബീറ്റ ആൽഫ മൈനസ് റൂട്ട് 2 ബീറ്റ. ആൽഫ പ്ലസ് റൂട്ട് 2 ബീറ്റയിൽ 2 ഇലക്ട്രോണും ആൽഫയിൽ 1 ഇലക്ട്രോണാണ് അലൈൽ റാഡിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ. ഓക്കെ, So correct answer is option D. Then seventh question, if two operations commute, then option A they are Hermitian, option B they are linear, option C they have same eigenfunctions, and option D they have same eigenvalues. Then correct answer is option C, they have same eigenfunctions. Then eighth question, MX6 is a molecule with sp3d2 hybridization. How many XMX bonds are at 180 degree present in its geometry? Option A 4, option B 2, option C 3, option D 6. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് MX6 വിത്ത് sp3d2 കോൺഫിഗറേഷൻ. സോ sp3d2 കോൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സോ അതിന് ജോമെട്രി ഒക്ടാഹെഡ്രലാണ്. സോ 180 ഡിഗ്രി ബോൺസ് ഉള്ള
1, 2 and 3 180 ഡിഗ്രി ഉള്ള 3 ബോൺസ് ആണുള്ളത്. ഓക്കെ. Next question, ninth one. Why does sodium chloride not conduct electricity in its solid form? Option A, ions in its structures are in fixed position. Option B, it contains no free electrons. Option C, it has a giant covalent molecular structure. And option D, ions in its structure only have single negative and single positive charges. സോ നയൻത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഇൻ സോൾഡ് ഫോമിൽ, സോൾഡ് സ്റ്റേറ്റിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ സോളിഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഹാവ് എ പെർട്ടിക്കുലർ 3D geometrical structure. Strength of all bonds between different ions, molecules, atoms is equal. Then the arrangement of ions in crystalline solid is of long order. അതായത് എന്താണ്, അത് ക്രിസ്റ്റലൈൻ ഒരു സോളിഡ് ഫോമിലാവുന്ന സമയത്ത് അതിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ അയോൺസ് എല്ലാം ഒരു ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ പറയുന്നത്. അത് സൊല്യൂഷൻ ഫോമിലാവുന്ന സമയത്ത് Na+ ആൻഡ് Cl- അയോൺസ് ആയിട്ട് ഫോം ചെയ്യുകയും അത് എന്താണ് കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. ഓക്കെ. Then option A is the correct answer. Okay. The next question, 10th one. Which statement is true about the change in symmetry on going from BF3 to BF4 minus? Option A, the point group changes from D3H to TD. Option B, the point group changes from C3V to TD. Option C, point group changes from D3H to D4H. Option D, the point group changes from D3H to C3V. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് BF4 മൈനസിലേക്കാവുന്ന സമയത്ത് അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പിലുള്ള ചേഞ്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. BF3 അപ്പോൾ അതിനാദ്യം നമുക്ക് ഗ്രൂപ്പ് തിയറിയിലൊരു നോളജ് ഉണ്ടായിരിക്കണം. BF3ൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലനാറാണ് നമുക്കറിയാം. അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് D3H ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് MSc ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പോയിന്റ് ഗ്രൂപ്പ് ജസ്റ്റ് ഒരു റഫായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ സ്കിമാറ്റിക് ഡയഗ്രാം യൂസ് ചെയ്യാം. സോ BF3യുടെ കേസിലാണെങ്കിൽ ഈ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഈ BF3യിൽ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് C3. ഓക്കെ, സോറി ചെറിയ ഗ്യാപ്പ് വന്നു. ഓക്കെ, നമുക്ക് എന്താണ്, ഇതാണ് C3, ഇതിൻ്റെ C3 ആക്സിസ്, ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്, C3 ആണ്. C3 എന്ന് കിട്ടി. ദെൻ പ്രിൻസിപ്പൽ ആക്സിസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു മോളിക്യൂളിൽ പ്രിൻസിപ്പൽ ഒരു CN ആക്സിസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മോളിക്യൂൾ I ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ്, സോ ദ ടൈം CI പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ സിഗ്മ I ഇല്ല, സിഗ്മയാണെന്നുണ്ടെങ്കിൽ CS പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ആ മോളിക്യൂൾ ഒരു പോയിന്റ് ഗ്രൂപ്പ് ഒരു സിമെട്രി നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ C1 സിമെട്രി ആയിരിക്കും അതിനുണ്ടാവും. ഇപ്പോൾ നമ്മളെ കേസിൽ ഒരു C3 ആക്സിസ് ഉണ്ട്. സോ ദെൻ എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഇനി ഈ C3 ആക്സിസിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് N പെർപെൻഡിക്കുലർ C2 ആക്സിസുകൾ ഉണ്ടാകുന്നു. C2 മീൻസ് 180 ഡിഗ്രി റൊട്ടേഷനിൽ സിമിലർ റെപ്രസെൻറ്റേഷൻസ് വരുന്നുണ്ടോ. അതായത് ഇത് ഒരു C2 ആക്സിസാണ്, ഇതൊരു C2 ആക്സിസാണ്, ദെൻ ഇതും ഒരു C2 ആക്സിസാണ്. സോ N പെർപെൻഡിക്കുലർ C2 ആക്സിസുകൾ ഉണ്ട്. ദെൻ എസ്, ദെൻ നമ്മൾ ഈ റൂട്ടിലാണ് മൂവ് ചെയ്യേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ സിഗ്മ H ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ഇറ്റ് CNH പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. സിഗ്മ V ആണെന്നുണ്ടെങ്കിൽ CNV പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. സിഗ്മ H സിഗ്മ Vയും ഇല്ല, N പെർപെൻഡിക്കുലർ C2സും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് CN ആയിരിക്കും. ദെൻ ഇപ്പോൾ നമ്മുടെ കേസിൽ N പെർപെൻഡിക്കുലർ C2 ആക്സിസുകൾ ഉണ്ട്. സോ നമുക്ക് ആദ്യം സിഗ്മ H ഉണ്ടോ നോക്കാം. സിഗ്മ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ പ്ലെയിൻ
നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ഉണ്ടാകും നോക്കുക. സോ ഇതിൻ്റെ ഒരു ആക്സിസ്, ഒരു സിമെട്രിക് ആക്സിസ് ആണ്, സിമെട്രിക് പ്ലെയിൻ ആണ്. ദെൻ ഈ ഒരു പ്ലെയിനിൽ മോളിക്യൂളിനെ നമുക്ക് കട്ട് ചെയ്യാം. സോ സിഗ്മ എച്ച് ഉണ്ട്. സോ DNH ആണ് അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ്. നമ്മളെ കേസിൽ D3H ആണ് പോയിൻ്റ് ഗ്രൂപ്പ്. ഇനി BF3 ട്രയഗണൽ BF3 മാറി BF4 മൈനസ് ആകുന്ന സമയത്ത് അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് ടെട്രാഹെഡ്രലായി മാറും. ഷേപ്പ് ടെട്രാഹെഡ്രലാവും. ടെട്രാഹെഡ്രൽ ഷേപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് TD പോയിൻ്റ് ഗ്രൂപ്പാണ്. സോ ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? C3 to D3H to TDയിലേക്കാണ് അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പിലുള്ള ചേഞ്ച് വരുന്നത്.